ഇന്ന് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അക്ടൈ ടോക്സിലെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് മീനെ കാണിച്ചുള്ളൂ. ഇന്ന് നമ്മൾ കുറേ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മീനുകളെയും കാണിക്കാൻ പോവാം. നമ്മളെ വൈൽഡ് സോട്ടയിലെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. കാണാൻ പറ്റില്ല, ഇത് പൊടിക്കുഞ്ഞുങ്ങൾ അങ്ങനെ കാണാൻ പറ്റൂല. ഇത് നമ്മളെ ബ്രസീലിയൻ റെഡാണ്. നല്ല കളറൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു കളർ അടിപൊളിയാണ്. അത് നല്ല കിടിലൊക്കെയാണ്. അത് നമ്മൾ കോയിനൊക്കെയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഇതുണ്ടോ, ഇതിനകത്ത് നല്ല കളറില്ലാത്തയും കളറുള്ളതും ഉണ്ട്. ഇതുണ്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. നമ്മൾ അടുത്ത സെഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതിനകത്ത് വേറൊരു ഡ്രാഗനായിരുന്നു കരുതുകൊണ്ടിരുന്നത്. ഇതിനകത്തൊരു ഡ്രാഗൻ ഇപ്പം ഇതിനകത്ത് ബ്രസീലിയൻ ഇത് ഡ്രാഗൻ അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മളിത് കോഴിയാണ്, പ്ലാറ്റിനം കോഴിയാണ്. നല്ല കളേഴ്സ് ഉണ്ടാവും. ഇത് 4 പീസ് കിടപ്പുണ്ട് ഇവിടെ. ഇതിനകത്ത് കുറേ പീസൊക്കെ ഉണ്ട്. എന്നാലും കുറേ നമ്മൾ ഓരോ ബേസിലുണ്ട്, ഫ്രിഡ്ജ് ഹൗസ് ഉണ്ട്, വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്തുള്ള ബ്രസീലിയൻ ഉണ്ട്. ഇതിൻ്റെ വേറെ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്ത കാണിക്കുന്നതായിരിക്കും. ഇതിനടുത്തുള്ള വൈറ്റ് എക്സിഡോ ആണ്. നമ്മൾ ഇതിനകത്തൊരു വെറൈറ്റി മീൻ കിടപ്പുണ്ട്. അത് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതിനകത്ത് നമ്മൾ കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് വൈൽഡ് സോട്ടയിൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ നമ്മൾ ഇതിനകത്ത് ബ്രസീലിയൻ ഉണ്ടായിരുന്നത് അത് പോയി. ഇത് ഫൈറ്റർ കവറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പം ഇതിനകത്ത് നിറച്ചും ബ്രസീലിയൻ റെഡും ഉണ്ട്, അതുപോലെ ചില്ലിയലോ ഉണ്ട്. ഇതിനകത്തൊരു ഫൈറ്റർ കിടപ്പുണ്ട്, പിന്നെ ഒരു ഗപ്പി കിടപ്പുണ്ട്, പിന്നെ ഇതിനകത്ത് ചില്ലിയലോ ഉണ്ട്, ബ്രസീലിയൻ റെഡ് മിക്സ് ആയി കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. നമ്മളത് അടുത്ത സെക്ഷനിലോട്ട് എടുത്തു. ഇവിടെ താമരയൊക്കെ ഉണ്ട്, 2 താമരയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് മീനുകൾ കിടപ്പുണ്ട്. അതിനെ പിടിച്ച് കാണിച്ചിട്ട് ഇതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആകെ 3 ഫൈറ്ററിനെ കിട്ടി. ഇത് വേണ്ടവർ നമ്മളതിന് വീട്ടിലോട്ട് വന്നാൽ തരുന്നതായിരിക്കും. ഇഷ്ടംപോലെ ബ്രസീലിയൻ റെഡ് കുഞ്ഞുങ്ങളും ഉണ്ട്. ഉള്ളതിന് സ്റ്റോക്ക് കുറച്ചിട്ട് കൂടുതലാണ്. ഞാൻ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതൊരു ഫൈറ്ററാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫൈറ്ററാണ്. എഗ്ഗിലോടായ ഫൈറ്ററാണ്. നമ്മൾ ഇനി അടുത്ത നമ്മളെ കോഴിനെ കാണില്ല. ഇത് പ്ലാറ്റിനം കോഴിയാണ്. അടിപൊളി കളേഴ്സായിരിക്കും. വലുതാകുമ്പോൾ അതിനെക്കാട്ടും കളേഴ്സൊക്കെ ആയിരിക്കും. പിന്നെ അടുത്ത് നമ്മളെ ഡ്രാഗനെ കാണിച്ചിട്ടുണ്ട്. ഡ്രാഗൺ കുറച്ച് പീസ് കിടപ്പുണ്ട്, കുറച്ച് ഇതിനകത്തുണ്ട്. അതുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോകും. ഇതിനകത്ത് ചില്ലിയലും കൂടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മളെ പർപ്പിൾ ബറി കിടപ്പുണ്ട്. കാണോ ഇല്ലയോ അറിയില്ല. അമ്മേൻ്റെ ഒളിച്ചൊക്കെ ഉണ്ടോ, ഇതുണ്ടോ വന്നത്. ഇതാണ് നമ്മളെ പർപ്പിൾ ബറി. ഇത് പീസ് ഇത്ര ആകെ 5-6 ഉള്ളൂ. എന്നാലും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. നമ്മളിതാ ഇവിടെ ഉണ്ട്. നമ്മളിതാ പ്ലാറ്റിനം നമ്മളെ ആൽബിനോ കോഴി ഉണ്ട്. അതുണ്ടോ ആൽബിനോ കോഴി, അതുപോലെ പ്ലാറ്റിനം കോഴിയും കിടക്കുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സ്, ഒരു ടാങ്കാണ്. ഇങ്ങനത്തെ നമ്മളെ ഓസ്കാറിനെ കാണാം. അന്ന് രാവിലെ ഒരു സോട്ടയിൽ ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിച്ചതിൻ്റെ അറിയില്ല. അത് സോട്ടയിലുണ്ടായിരുന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ടോ, അടിച്ച് കണ്ടോ. ഇതിനകത്ത് ഒരെണ്ണം മാത്രം ചെറുതാ. അവിടെ ഒന്ന് ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതവിടെ ഒന്ന് ചത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും അടുത്ത് കളയട്ടെ കേട്ടോ. കളയാണെങ്കിൽ കയ്യിലാക്കി ഭയങ്കര പേടിയാണ്. നമ്മളെ ഈ ആകെയുള്ളൊരു ഓസ്കാർ ഇത് സൈസ് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന് കളയാൻ പോവാ. കളഞ്ഞിട്ടുണ്ട്. ആകെ ഇനി 2 ഓസ്കാറും കൂടിയുള്ളൂ. അത് അങ്ങനെ എത്ര നമുക്കറിയില്ല. ഇതാ ഫംഗസൊക്കെ വന്നിട്ട് ഉണ്ടോന്നാ തോന്നുന്നത്. ഇനിയത്തോള് ഇത് ഉള്ള വീഡിയോ കുറച്ച് നമ്മുടെ
നമ്മൾ ഈ മീനുകളൊക്കെ എങ്ങനെയുണ്ട് കമൻറ്റ് സെക്ഷനിൽ പറയാം. അടിപൊളിയാണ് അല്ലെങ്കിൽ അടിപൊളിയില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.